ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ക്ലർക്ക് എക്സാമിൻ്റെ ക്ലർക്ക് ബൈ ട്രാൻസ്ഫറിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൃപ്പടിദാനം നടന്ന വർഷം 1750 ജാനുവരി 3. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജാനുവരി 3. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ കാവ്യം രചിച്ചത് ആരാണ്? അതുലൻ. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ മിൻ ചൂയി നടപ്പാക്കിയ ഭരണാധികാരിയാണ് സൻ യാത്സൻ. താഴെ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് 1ഉം 3ഉം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റൺ ജയിലിൻ്റെ പതനവും. അപ്പോൾ ബാസ്റ്റൺ ജയിൽ പതനവും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്ന ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 3, 4 ആണ്. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. അപ്പം ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച ദാദാഭായ് നവറോജിയാണ്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടെ. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഒഡീഷ. താഴെ പറയുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷത ഏത് എന്ന് വെച്ചാൽ 2ഉം 3ഉം ആണ്. കിഴക്കൻ സമതല പ്രദേശത്തിൻ്റെ സവിശേഷത ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കുറവ്. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൽ എന്താണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കുറവ്. താഴെ തന്നിരിക്കുന്നവയിൽ ശീതജല പ്രവാഹം ഏത്? ശീതജല പ്രവാഹമാണ് പെറു പ്രവാഹം. ഡോക്ടർ കാറ്റ് എന്ന് അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ. വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യ വിള ഏതാണ്? പരുത്തിയാണ്. ചന്ദ്രഗുപ്ത റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. അപ്പോൾ ചന്ദ്രഗുപ്ത റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർധനവാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ വിപണി മെച്ചത്തിലെ വർധനവ്, കരുത ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയാനാണ് ചോദിച്ചത്. നയിക്കാതിരുന്ന ഘടകം കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥയാണ്. അപ്പോൾ 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഉൾപ്പെട്ടവ ഏതൊക്കെയെന്ന് വെച്ചാൽ വിദേശ നാണയ കരുത ശേഖരത്തിലെ കുറവ്, ആവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി. അപ്പോൾ എന്തൊക്കെയാണ്? വിദേശ നാണയ കരുത ശേഖരത്തിൻ്റെ കുറവ്, ആവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി. കേന്ദ്ര സർക്കാർ 2023-24 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്? കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ 1ഉം 4ഉമാണ്. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരക്തമാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച നിരക്ക്. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരക്തമാണ്. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകമാണ് ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നത്. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ആകാത്ത വസ്തുത ഏതാണ്? അപ്പോൾ സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുതയാണ് GDPയുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. അപ്പോൾ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ കാരണമാകുന്നവയാണ് കാർഷിക മേഖലയിലെ പൊതു മൂലധന നിക്ഷേപത്തിൻ്റെ കുറവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർധനവ്, കാർഷിക വേഷങ്ങളുടെ വില വർധനവ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ശരിയായി യോജിപ്പിച്ച് ജോഡി ഏത് എന്ന് വെച്ചാൽ 1ഉം 2ഉമാണ്. അതായത് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലത്തേക്കും, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, വ്യാപാര ഉദാരവൽക്കരണം. അപ്പോൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ എന്താണ്? വ്യാപാര ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലത്തേക്ക്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവന A ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് B, C, D ആണ്. HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജാനുവരി 24-നാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ പ്രസ്താവനയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന A, B, D എന്നിവയാണ്. അതായത് ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1B, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറഞ്ഞ് ജോൺ ലോക്കാണ്. സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയാണ് എന്ന് പറഞ്ഞത് റൂസോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാണ് മഹാത്മാഗാന്ധി. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ലെന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ റൂസോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കാമെന്ന് പറഞ്ഞ് മോണ്ടസ്ക്യൂ ആണ്. 2024 ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്ന് വെച്ചാൽ 1, 2, 3, 4 ശരിയാണ്. കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശാണ്. താഴെ തന്നിരിക്കുന്നവയെ ഭരണഘടനാ സ്ഥാപനങ്ങളല്ലാത്തത് 2, 3 നീതി ആയോഗും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദമല്ല എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാലാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ചങ്ങാതിയാണ്. കേരളത്തിൽ തെരുവ് നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് സിരി ജഗൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്രയാണെന്ന് ചോദിച്ചാൽ 346 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്തുവാനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 243H ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇത് ശരിയായവ ഏത് എന്ന് ചോദിച്ചാൽ Aയും Cയുമാണ്. 1893 വില്ലുവണ്ടി യാത്ര, 1907 സാധുജന പരിപാലന സംഘം. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം, 1893 വില്ലുവണ്ടി യാത്രയും. ബ്രിക്കയെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലനാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡിസ്റ്റിറോൺ. അപ്പോൾ ആൽഡിസ്റ്റിറോൺ വൃക്കയെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലനാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത് എന്ന് വെച്ചാൽ ഈസ്നോഫിലാണ്. അപ്പോൾ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ഈസ്നോഫിൽ. രോഗകാരിയായ സൂക്ഷ്മജീവിയുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയതെപ്പോൾ 2018 ഒക്ടോബർ. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടർ വില്യം ജോഹാൻകോഫ് ആണ്. ഇന്ദ്രിയ അനുഭവങ്ങളുള്ളാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം.